ഹലോ, നമുക്കൊരു ക്യുക്കായിട്ടൊരു എഗ് റൈസ് ഉണ്ടാക്കുന്ന കണ്ടാലോ? ആദ്യം തന്നെ ഒരു പാൻ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്യും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണേ, കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ. നമ്മളിനകത്ത് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 3 ചെറിയ പച്ചമുളകും 4-5 വെളുത്തുള്ളിയും കൂടെ ആഡ് നല്ലോണം പച്ചമണം മാറുന്നോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മീഡിയം സൈസുള്ള ക്യാരറ്റും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തേയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഇതിനകത്ത് നെയ്യ് കുറവാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഈ ക്യാരറ്റ് ഇടുന്ന സമയത്ത് വേറെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണേ, എന്നാലേ ഈ ക്യാരറ്റ് വേവത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണേ. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് പച്ചമണം മാന്തരം വരെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ മുട്ട ചിക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ മുട്ടയിൽ ഈ മസാല പിടിക്കുന്നിടം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മളിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബസ്മതി റൈസും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ റൈസിനകത്ത് ഈ ഫ്ലേവർ എത്തുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നെയ്യ് ആഡ് ചെയ്തു നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി വെക്കുക. ബൈ ബൈ.